നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതല്ല മോളെ, തുടർച്ചയായി നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ. ഇതുവരെ നമ്മുടെ ബിസിനസ്സിലോ കുടുംബത്തിലോ നമുക്കാരും ശത്രുക്കളായി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആ അവസ്ഥ മാറിയിരിക്കുന്നു. ശത്രുക്കൾ പല രൂപത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ലക്ഷ്യം വെച്ചിരിക്കുന്നു. എനിക്കിതൊന്നും നേരിടാനുള്ള ശക്തി ഇല്ല മോളെ. അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നന്മ മാത്രം എല്ലാവർക്കും നൽകിപ്പോയ ഒരച്ഛൻ ചേർത്ത് വെച്ച കുടുംബമായത്. ഏത് ശത്രുക്കൾ എങ്ങനെ വന്നാലും അതൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. നിന്റെ IPS പരീക്ഷ കൂടി ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം ആകുമായിരുന്നു. എനിക്ക് IPS കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കുടുംബത്തിന് ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ സംരക്ഷിക്കും. അമ്മ കൂടെ ഉണ്ടായാൽ മാത്രം മതി. കഴിയുന്നിടത്തോളം എല്ലാവരെയും ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് മോള് മുൻകൈ എടുക്കണം. ഈ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ബന്ധങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ഒരിക്കൽ പൊട്ടിപ്പോയാ പിന്നീട് വിളക്കി ചേർക്കാൻ കഴിയുന്നതല്ല പല ബന്ധങ്ങളും. അച്ഛനും അമ്മയും ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ ഒരു ബന്ധവും തകരാൻ ഞാനൊരു കാരണമാവില്ല. ചേർത്ത് പിടിക്കാവുന്ന പരമാവധി ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കും. എല്ലാവരുടെയും എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിക്കും. ഈ കുടുംബത്തിന്റെ ശത്രുക്കളോടും ഇവിടെ ഉള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരോടും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലമ്മേ. തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ അവരെല്ലാവരും ഈ കുടുംബത്തിലുള്ളവർ തന്നെയാ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിന്നോടൊന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. നോക്ക്, നിനക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റൂ. തീർച്ചയായും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ ശ്രമിക്കും അമ്മേ. പവിയങ്കളുടെ സ്വത്ത് സ്വന്തമാക്കാനാണ് ശ്രേയ സ്നേഹിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ റിയലായി എനിക്ക് അവളെ ഇഷ്ടമാണ്. അത് ചെറുതല്ല, വളരെ ഡീപ്പാണ്. എനിക്ക് ശ്രേയയോട് ഇഷ്ടമുണ്ടെന്ന് ഇവിടെ അറിഞ്ഞാൽ മരുവത്തൂരിൽ 2 ശവം വീഴും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊരു വഴി? ഒരു വഴിയേ ഉള്ളൂ. നിഖില് പറഞ്ഞതുപോലെ ഒരു സമാധാനത്തിന് മാരേജ് രജിസ്റ്റർ ചെയ്താലോ? അത് വേണ്ട. അങ്ങനെ പറഞ്ഞത് തന്നെ മോശമായിപ്പോയി. ശ്രേയ എന്ത് കരുതി കാണും? നിഖിലിനോട് എത്രയും പെട്ടെന്ന് തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറയണം. അങ്ങനെ പറഞ്ഞതിന് നാളെ തന്നെ അവളോടൊരു സോറി പറയണം. എന്തു വന്നാലും ഞാൻ കാരണം അവളുടെ മനസ്സ് വേദനിക്കരുത്.
എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ IPS മോഹം എല്ലാത്തിനും കാരണം. എനിക്കിപ്പോ അത് ഒഴിവാക്കാനും പറ്റാതെയായി. അതിപ്പോ എന്റെ ജീവിതത്തില് ഒരു വലിയ പ്രശ്നമായി മാറി തുടങ്ങി. രൂപേഷേട്ടാ, ഈ മോഹം ഞാനങ്ങ് ഉപേക്ഷിച്ചാലോ എന്ന് ഞാനിപ്പോ ആലോചിക്കാം. എനിക്ക് IPS വേണ്ട. എന്റെ IPS മോഹം ഇല്ലാതാവുന്നതോടെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? താൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അല്ല രൂപേഷേട്ടാ, എനിക്ക് തന്നെ അങ്ങനെ തോന്നി തുടങ്ങി. ഒരു ഒറ്റ വീക്ക് വെച്ചതാണുണ്ടല്ലോ, ഇതെങ്ങനെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ ആ പാവം ഹൃദയം പൊട്ടി മരിക്കും. തന്റെ അച്ഛന്റെ ആത്മാവ് വേദന കൊണ്ട് പിടയും. ഈ സ്വപ്നം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തർത്ഥം ഉള്ളത്? തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഇത്? അതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ തനിക്ക്? ഒരാളുടെ ആഗ്രഹം കൊണ്ട് ഒരു കുടുംബം നശിക്കുമെങ്കിൽ ആ ആഗ്രഹത്തെ മുളയിലെ നുള്ളിക്കളയണം. എല്ലാത്തിലും വലുത് അവനവന്റെ കുടുംബമാണ്. കുടുംബത്തിലുള്ളവരുടെ ജീവിതവും അവരുടെ സന്തോഷവും. അതിനേക്കാൾ വലുതാണോ രൂപേഷേട്ടാ എന്റെ ഈ സ്വപ്നം? അതെ, ഇതിപ്പോ തന്റെ സ്വപ്നമല്ല, എന്റെ അമ്മയുടെ ഈ വീടിന്റെ കൂടി സ്വപ്നം. എടോ, തന്റെ അച്ഛന് വേണ്ടിയുള്ള സമർപ്പണമാണിത്. അതില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ കേട്ടല്ലോ, ഇനി ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞുണ്ടല്ലോ തന്നെ ഞാൻ ശരിയാക്കും, നോക്കിക്കോ. വീട്ടിലുള്ളവർ ചിലപ്പോൾ ഒന്നിക്കുകയും പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതൊന്നും തന്നെ ബാധിക്കരുത്. തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന നിമിഷം വരെ ഞാനും അമ്മയും കൂടെ ഉണ്ടാവും. അതിനുവേണ്ടി തന്നെയാ ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്ക്. അതിനുള്ള തയ്യാറെടുപ്പുകളാ ഇനി വേണ്ടത്. ഏത് പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയാറില്ലേ? അതുപോലെ എനിക്കും പറയാലോ, ഈ ദർശനയുടെ വിജയത്തിന്റെ പിന്നിലെ പുരുഷൻ ഞാനാണെന്ന്. എന്താ മോളെ? വല്ലാതൊരു ക്ഷീണം. ഒരു ലൈം ജ്യൂസ് കുടിക്കണം. മോളിങ്ങിതാ, ഞാൻ കലക്കി തരാം. വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്തുപറ്റി മോളെ? ഒന്നുമില്ല ഗീതമ്മേ. എന്താ മോളെ? ഗ്യാസ് കയറിയതാ. ആദ്യമൊക്കെ അങ്ങനെ തോന്നും, പക്ഷെ ഇത് അതിന്റെ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പോ ഗീതമ്മേ. ഗീതമ്മേ, പഞ്ചസാര എവിടെയാ ഇരിക്കുന്നേ? അതാ ഗ്യാസിനടുത്ത് ടിന്നിലിരിപ്പുണ്ട്. അയ്യോ മോളെ, 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 ദർശനേ, മോളെ ദർശനേ, മോളെ, മോളെ കണ്ണു തുറക്ക്. രൂപേഷേ, എടുത്തി ഒന്ന് ഓടി വന്നേ. മോളെ, മോളെ ദർശനേ, രൂപേഷേ ഒന്ന് ഓടി വാ. അയ്യോ, എന്താ പറ്റിയ? മോളെ, അയ്യോ, മോളെ കണ്ണു തുറക്ക്. രൂപേഷ്, മോളെ എന്താ പറ്റിയത്? കണ്ണു തുറക്ക് ദർശന. മോളെ ദർശനെ, ദർശനെ,
എന്താ പറ്റിയേ? എന്താ 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 പറ്റിയേ? നിനക്ക് എന്ത് പറ്റി ദർശനെ? അറിയില്ല രൂപേഷേട്ടാ, ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഇല്ല. ഞാൻ കഴിക്കാൻ പറഞ്ഞതാ, അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. മോളെ